നമസ്കാരം. ഖണ്ഡൻ ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ ആദ്യം. സിസ്റ്റർ അഭയ കൊലക്കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം. ഫാദർ തോമസ് എം കോട്ടൂരിന് കൊലപാതകത്തിനും അതിക്രമിച്ച് കയറിയതിനും ഇരട്ട ജീവപര്യന്തം. സിസ്റ്റർ സെഫി കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം അനുഭവിക്കണം. 2 പ്രതികളും ചേർന്ന് 12 ലക്ഷം രൂപ പിഴയൊടുക്കണം. അപൂർവങ്ങളിൽ അപൂർവമെന്ന് പ്രോസിക്യൂഷൻ. കോടതി വിധി അവിശ്വസനീയമെന്ന് കോട്ടയം അതിരൂപത. മലയാളത്തിന്റെ പ്രിയ കവയത്രി സുഗതകുമാരി അന്തരിച്ചു. അന്ത്യം കോവിഡ് ചികിത്സയിലിരിക്കെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. ചരിത്രമായത് പ്രകൃതി സംരക്ഷണ പോരാട്ടങ്ങളെ ജനകീയമാക്കുന്നതിൽ ഉജ്ജ്വല ഇടപെടൽ നടത്തിയ പോരാളി. കാവ്യലോകത്തിന് തീരാനഷ്ടമെന്ന് MT വാസുദേവൻ നായർ. കണ്ണീരിനൊപ്പം നിന്ന കവയത്രിയെ നഷ്ടമായെന്ന് മുഖ്യമന്ത്രി. സംസ്കാരം വൈകിട്ട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ. പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കാനുള്ള ശുപാർശ തള്ളിയ ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി മുന്നണികൾ. ഗവർണറുടേത് തെറ്റായ നടപടിയെന്ന് CPIM. ഭരണഘടനാ പദവിയുടെ ഔന്നിത്യം പരിഗണിക്കാത്ത നടപടിയെന്ന് A. വിജയരാഘവൻ. സംസ്ഥാന സർക്കാരിന് കേന്ദ്രത്തെ ഭയമെന്ന് ഉമ്മൻചാണ്ടി. ബദൽ നിയമം വേണമെന്ന് പ്രതിപക്ഷം. ഗവർണറുടെ തീരുമാനത്തോട് പ്രതികരിക്കാതെ മുഖ്യമന്ത്രി. വാഗമണിലെ നിശാ പാർട്ടി കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ലഹരി പാർട്ടി സംഘടിപ്പിച്ചത് വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ. സംഘത്തിൽ യുവനടിയും യുവ സംവിധായകനും ഉൾപ്പെടെ 17 പേർ. റെയ്ഡ് നടന്നത് നടി പാർട്ടിക്ക് എത്തുന്നതിന് തൊട്ടുമുൻപ്. റിമാൻഡിലുള്ള പ്രതികളെ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. പങ്കെടുക്കാനെത്തിയ 49 പേരെ പോലീസ് വിട്ടയച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസിൽ അഴിച്ചുപണിക്ക് AICC നിർദ്ദേശം. 4 DCC പ്രസിഡന്റുമാരെ മാറ്റും. കൂടുതൽ നടപടികൾക്ക് സാധ്യത. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണക്കേസിൽ M. ശിവശങ്കർക്കെതിരായ എൻഫോഴ്സ്മെന്റ് കുറ്റപത്രം നാളെ. അന്വേഷണ ഏജൻസിയുടെ തിരക്കിട്ട നീക്കങ്ങൾ M. ശിവശങ്കറിന് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് ഒഴിവാക്കാൻ. ജാമ്യത്തിൽ വാദം കേൾക്കുന്നത് മാറ്റി. കള്ളപ്പണക്കേസിൽ CM രവീന്ദ്രന്റെ ചോദ്യം ചെയ്യൽ അവസാനിച്ചിട്ടില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആവശ്യമായ വിവരങ്ങൾ ലഭിക്കും വരെ ചോദ്യം ചെയ്യൽ തുടരും. CM രവീന്ദ്രന് നിക്ഷേപമുള്ള ബാങ്കുകൾക്ക് നോട്ടീസ് നൽകി. നിക്ഷേപം സംബന്ധിച്ച രേഖകൾ പരിശോധിക്കും. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാട് രേഖകളും പരിശോധനാ പട്ടികയിൽ. ഇന്ത്യയിൽ ഓക്സ്ഫോർഡ് വാക്സിൻ വിതരണത്തിന് അനുമതി നൽകിയേക്കും. പ്രഖ്യാപനം ഉടൻ. ജനുവരിയിൽ വാക്സിനേഷൻ തുടങ്ങും. ജനിതക മാറ്റം വന്ന കൊറോണ വൈറസിനെതിരെ രാജ്യത്ത് ജാഗ്രത. വകഭേദം മാരകമല്ലെന്ന് നീതി ആയോഗ്. വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും കോവിഡ് പരിശോധന ശക്തമാക്കും. JDS CK നാണു വിഭാഗം നേതാക്കൾ ഇന്ന് LDF കൺവീനറുമായി കൂടിക്കാഴ്ച നടത്തും. 4 മണിക്ക് AKG സെന്ററിലാണ് കൂടിക്കാഴ്ച. തന്നോടൊപ്പം നിന്നവരെ ന്യായമില്ലാതെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതെന്ന് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ പ്രശ്നമില്ലെന്നും CK നാണു. ജനതാദളിൽ പിളർപ്പില്ലെന്ന് JDS കോഴിക്കോട് ജില്ലാ കമ്മിറ്റി. പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും പിളർപ്പില്ലെന്ന് ജില്ലാ പ്രസിഡന്റ് K. ലോഹ്യ. പുറത്താക്കപ്പെട്ട ചിലർ ഒത്തുചേർന്നാൽ അത് ജനതാദളാകില്ലെന്നും അനന്യ ചർച്ചകൾ നടക്കുന്നുവെന്നും K. ലോഹ്യ. സിറിയ ആസ്ഥാനമായ ഭീകര സംഘടനയുമായി ബന്ധമുള്ള 7 പേരെ NIA തിരിച്ചറിഞ്ഞു. തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ NIA റെയ്ഡ്. ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്തി. 2013 ഖത്തറിൽ ഗൂഢാലോചന നടത്തിയെന്നും NIA. ചർച്ചയ്ക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ ക്ഷണം സ്വീകരിക്കണമോ എന്ന് കർഷക സംഘടനകൾ ഇന്ന് തീരുമാനിക്കും. സംയുക്ത സമരസമിതി യോഗം ചേരും. ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി സമരത്തെ പിന്തുണയ്ക്കാൻ ആഹ്വാനം ചെയ്ത് കർഷകർ. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി മന്ത്രിമാരും പങ്കെടുക്കുന്ന പ്രതിഷേധ പരിപാടി. PK കുഞ്ഞാലിക്കുട്ടി MP സ്ഥാനം രാജിവെക്കുന്നു. നിയമസഭയിലേക്ക് PK കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KP മജീദ്. തീരുമാനം ഇന്ന് ചേർന്ന പ്രവർത്തക സമിതി യോഗത്തിൽ. PK കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകും. കൊച്ചി മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ നിന്ന് വീണ് വീട്ടുജോലിക്കാരി മരിച്ച സംഭവത്തിൽ പ്രതി ഫ്ളാറ്റ് ഉടമ ഇംതിയാസ് അഹമ്മദ് ഇന്ന് പോലീസിന് മുന്നിൽ ഹാജരായേക്കും. ഉപാധികളോടെ ഇംതിയാസ് അഹമ്മദിന് കോടതി മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. കോഴിക്കോട്ടെ ഷിഗല്ല രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പ് നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ സർവേ തുടങ്ങി. രോഗബാധയുണ്ടായ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് പരിശോധിക്കും. രോഗബാധയെക്കുറിച്ചുള്ള പഠന റിപ്പോർട്ട് 2 ദിവസത്തിനകം സമർപ്പിക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ തുക തിരികെ നൽകാനുള്ള ഹൈക്കോടതി വിധിക്കെതിരെ ഗുരുവായൂർ ദേവസ്വം സുപ്രീം കോടതിയിലേക്ക്.
സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് ആര്യാമ സുന്ദരം മുഖേന ഹർജി നൽകും. തീരുമാനം ഇന്നലെ ചേർന്ന ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി യോഗത്തിൽ. ദേശീയ വാർത്ത. രാജ്യത്ത് 24 മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചത് 23,950 പേർക്ക്. പുതുതായി റിപ്പോർട്ട് ചെയ്തത് 333 മരണം. നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണത്തിൽ കുറവ് വന്നുവെന്ന് ആരോഗ്യ മന്ത്രാലയം. ഇന്ത്യയിൽ കോവിഡ് വാക്സിൻ വിതരണം വൈകുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി MP. എപ്പോൾ വാക്സിൻ വിതരണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കണം. ലോകത്തെ 23 ലക്ഷം പേർക്ക് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് ലഭിച്ചെന്നും രാഹുൽ ഗാന്ധി. BJP അംഗത്തെ ഭാരവാഹിയായി നിശ്ചയിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശിച്ച് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി. പാർട്ടിയുടെ സംഘടനാ ഘടകത്തോട് അടിയന്തര റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം. യുവജന വിഭാഗം ജനറൽ സെക്രട്ടറിയായി കോൺഗ്രസ് നിയമിച്ചത് മധ്യപ്രദേശിൽ കോൺഗ്രസ് വിട്ട് ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കൊപ്പം BJPയിൽ ചേർന്നയാളെ. തമിഴ്നാട്ടിൽ നിയന്ത്രണങ്ങളോടെ ജല്ലിക്കെട്ട് നടത്താൻ അനുമതി. കളിക്കാരുടെ എണ്ണം 150-ൽ കൂടാൻ പാടില്ലെന്ന് നിർദ്ദേശം. മത്സരാർത്ഥികൾക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധം. തമിഴ്നാട് മന്ത്രിമാർക്കെതിരായ അഴിമതി ആരോപണത്തിൽ ഗവർണർ നടപടിയെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് DMK നേതാവ് MK സ്റ്റാലിൻ. അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട പട്ടിക ഗവർണർ ബൻവാരിലാൽ പുരോഹിതിന് കൈമാറി. മഹാരാഷ്ട്രയിൽ ആശുപത്രിയിൽ വെച്ച് വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ യുവാവ് പിടിയിൽ. പീഡനം ശസ്ത്രക്രിയയിൽ നിന്ന് സുഖം പ്രാപിക്കുന്നതിനിടെ അന്വേഷണം ഊർജിതമാക്കി. ഷീന ബോറ കൊലപാതക കേസിൽ ഇന്ദ്രാണി മുഖർജി മുംബൈയിലെ പ്രത്യേക CBI കോടതിയിൽ അപേക്ഷ നൽകി. ജയിലിൽ കഴിയുമ്പോൾ യൂണിഫോമായി പച്ചസാരി ധരിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യം. വിചാരണയ്ക്ക് വിധേയരായ പ്രതിയാണെങ്കിലും ജയിൽ അധികൃതർ കുറ്റവാളിയുടെ യൂണിഫോം ധരിക്കാൻ ആവശ്യപ്പെടുകയാണെന്ന് മുഖർജി. അപേക്ഷയിൽ ജനുവരി 5-ന് വാദം കേൾക്കും. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തിന് മുന്നിൽ സമരവുമായി BJP മേയർമാരും കൌൺസിലർമാരും. കോർപ്പറേഷനുകൾക്ക് സംസ്ഥാന സർക്കാർ നൽകാനുള്ള 13,000 കോടി രൂപ ഉടൻ നൽകണമെന്നാവശ്യം. കോർപ്പറേഷനുകൾക്കുള്ള ഫണ്ട് അനുവദിക്കാതെ അരവിന്ദ് കെജ്രിവാൾ സർക്കാർ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുകയാണെന്ന് BJPയുടെ ആരോപണം. ഡെങ്കിപ്പനിയും മലേറിയയും ബാധിച്ച് ഡൽഹിയിൽ 2 മരണം. ഡൽഹിയിൽ മലേറിയ ബാധിച്ച് മരണം റിപ്പോർട്ട് ചെയ്യുന്നത് 6 വർഷത്തിനിടെ ഇതാദ്യം. ഈ വർഷം ഡിസംബർ 19 വരെ 1062 ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ കോൺഗ്രസ് MP മദൻലാൽ ശർമ്മ അന്തരിച്ചു. 2 തവണ കോൺഗ്രസ് MP ആയിരുന്ന ആളാണ് മദൻലാൽ ശർമ്മ. 68 വയസ്സായിരുന്നു. രാജ്യത്തിന് ഭക്ഷ്യസുരക്ഷ നൽകുന്നവരാണ് കർഷകരെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. എന്നാൽ ചില കർഷകർ കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രക്ഷോഭം നടത്തുന്നുണ്ട്. അവരോട് പൂർണ്ണക്ഷമയോടെ കേന്ദ്ര സർക്കാർ ചർച്ച നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തർപ്രദേശിലെ ബുന്ദൽഗഡ് എക്സ്പ്രസ് ഹൈവേയുടെ നിർമ്മാണത്തിനായി 1.89 ലക്ഷത്തിലധികം മരങ്ങൾ വെട്ടിമാറ്റിയെന്ന് വനംവകുപ്പ്. മരങ്ങൾ മുറിച്ചത് ബന്ദ, ചിത്രകൂട്, മഹോബ, ഹാമിർപൂർ, ഇറ്റാവ എന്നിവിടങ്ങളിൽ. കേന്ദ്രത്തിന്റെ അനുമതിയോടെയാണ് മരങ്ങൾ മുറിച്ചതെന്നും 70 ലക്ഷത്തിലധികം തൈകൾ പകരം വെച്ചുപിടിപ്പിക്കുമെന്നും ബന്ദ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. കർഷക പ്രതിഷേധത്തിന് പിന്തുണയുമായി പ്രതീകാത്മക പ്രതിഷേധവുമായി രാഹുൽ ഗാന്ധി. നാളെ വിജയ് ചൌക്ക് മുതൽ രാഷ്ട്രപതി ഭവൻ വരെ കോൺഗ്രസ് MPമാർക്കൊപ്പം പ്രകടനം നടത്തും. മുതിർന്ന നേതാക്കൾക്കൊപ്പം രാഷ്ട്രപതിയെ കാണുമെന്നും റിപ്പോർട്ട്. 2 കോടി ഒപ്പുകളടങ്ങിയ മെമ്മോറാണ്ടം സമർപ്പിക്കുമെന്ന് കോൺഗ്രസ് MP K സുരേഷ്. ഇന്ന് മുതൽ കർണാടകയിൽ രാത്രി കർഫ്യൂ. രാത്രി 10 മുതൽ രാവിലെ 6 വരെയാണ് നിയന്ത്രണം. ജനുവരി 2 വരെ കർഫ്യൂ തുടരുമെന്ന് മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ. കർഷക പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസിനെതിരെ വിമർശനവുമായി മധ്യപ്രദേശ് മന്ത്രി നരോട്ടം മിശ്ര. കാർഷിക ബില്ലിലെ കറുത്ത നിയമങ്ങൾ എന്തെന്ന് ഇതുവരെ ആർക്കും വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. 15 മാസത്തിനുള്ളിൽ ഒരു കർഷകന്റെയും ഫാമുകൾ സന്ദർശിച്ചിട്ടില്ലാത്ത നേതാവാണ് കമൽനാഥ് എന്നും വിമർശനം. ഉത്തർപ്രദേശിൽ മകളെയും സുഹൃത്തിനെയും കുത്തിക്കൊന്ന് പിതാവ്. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് പോലീസ്. ആക്രമണത്തിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ഗുരുതരമായി പരുക്കേറ്റു. മഹാരാഷ്ട്രയിൽ അമ്യൂസ്മെന്റ് പാർക്കുകൾ തുറക്കുന്നു. കണ്ടെയ്ൻമെന്റ് സോണിന് പുറത്തുള്ള പാർക്കുകൾക്ക് തുറക്കാൻ അനുമതി. തീരുമാനം കോവിഡ് വ്യാപനത്തിൽ കുറവ് വന്ന പശ്ചാത്തലത്തിൽ.
കോവിഡ് നിർണയത്തിന് രാജ്യത്താകെ പരിശോധിച്ചത് 16,42,68,721 സാമ്പിളുകൾ. ഇതിൽ 10,90,98,164 സാമ്പിളുകളാണ് ഇന്നലെ പരിശോധിച്ചത്. ഉത്തർപ്രദേശ് ഫൂൽപൂരിലെ ഇഫ്കോ പ്ലാന്റിലെ വാതക ചോർച്ചയിൽ 2 മരണം, 1 പ്ലാന്റ് അടച്ചു. സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന് അധികൃതർ. മുംബൈയിൽ വാഹന പരിശോധന കർശനമാക്കി. തീരുമാനം മേഖലയിൽ കർഫ്യൂ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ജനുവരി 5 വരെ സംസ്ഥാനത്തെ എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും കർഫ്യൂ ഏർപ്പെടുത്തിയത് രാത്രി 11 മുതൽ രാവിലെ 6 വരെ. ഡൽഹി മയൂർ വിഹാർ ഫേസ് 3-ൽ തെരുവുനായ ശല്യം രൂക്ഷം. പോക്കറ്റ് ബി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജനങ്ങൾ ഭീതിയിൽ. ഇവിടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ തെരുവുനായുടെ കടിയേറ്റത് 19 പേർക്ക്. അന്തർദേശീയ വാർത്ത. ലോകത്ത് പുതുതായി 5,31,000 പേർക്ക് കോവിഡ്. രോഗം ബാധിച്ചവരുടെ എണ്ണം 7,82,00,000 പിന്നിട്ടു. രോഗം ബാധിച്ച് ഇതുവരെ മരിച്ചത് 17,21,000 പേർ. ബ്രിട്ടനിൽ നിന്നുള്ള യാത്രയ്ക്കായി അതിർത്തികൾ തുറന്ന് ഫ്രാൻസ്. ചരക്ക് ലോറികൾക്കും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള അത്യാവശ്യ യാത്രക്കാർക്കുമാണ് അതിർത്തി വഴി യാത്ര ചെയ്യാൻ അനുമതി നൽകിയത്. 10 ലക്ഷം കടന്ന് പിറവിൽ കോവിഡ് ബാധിതർ. രാജ്യത്ത് 2ാം ഘട്ട കോവിഡ് വ്യാപനം രൂക്ഷമെന്ന് ആരോഗ്യ വിദഗ്ധർ. ആകെ മരണം 37,218. ജനിതകമാറ്റം സംഭവിച്ച കൊറോണ വൈറസ് കണ്ടെത്തിയതിനു പിന്നാലെ ബ്രിട്ടനിലേക്കുള്ള യാത്രകൾ റദ്ദാക്കി കൂടുതൽ രാജ്യങ്ങൾ. വിമാനയാത്രകൾക്ക് നിരോധനം ഏർപ്പെടുത്തി ഫിലിപ്പൈൻസും അയർലൻഡും. ലോക്ഡൌൺ നിയന്ത്രണം നീട്ടി ഓസ്ട്രേലിയൻ നഗരമായ സിഡ്നി. ക്രിസ്മസ് പ്രമാണിച്ച് നിയന്ത്രണങ്ങൾക്ക് ഇളവ് നൽകില്ലെന്ന് അധികൃതർ. നടപടി പുതുതായി 8 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിനു പിന്നാലെ. ബ്രിട്ടനിൽ നിന്ന് മടങ്ങിയെത്തുന്ന ജപ്പാൻ പൗരന്മാർക്ക് മാത്രം രാജ്യത്തേക്ക് പ്രവേശനാനുമതിയെന്ന് ജപ്പാൻ ആരോഗ്യമന്ത്രി. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് രാജ്യത്തേക്ക് പ്രവേശനാനുമതിയില്ല. തീരുമാനം ജനിതകമാറ്റം സംഭവിച്ച കൊറോണ വൈറസ് കണ്ടെത്തിയ സാഹചര്യത്തിൽ. അമേരിക്കയിൽ ബ്രിട്ടനിൽ നിന്ന് മടങ്ങിയെത്തുന്ന യാത്രക്കാർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്ന കാര്യം പരിഗണനയിൽ. മടങ്ങിയെത്തി 72 മണിക്കൂറിനകം പരിശോധനാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. തീരുമാനം ജനിതകമാറ്റം വന്ന കൊറോണ വൈറസ് വ്യാപനം കണക്കിലെടുത്ത്. പ്രസിഡന്റുമാരെ ജീവിതകാലം മുഴുവൻ ക്രിമിനൽ നടപടികളിൽ നിന്ന് ഒഴിവാക്കി ബിൽ പാസാക്കി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. പ്രസിഡന്റ് കാലാവധി കഴിഞ്ഞാൽ പാർലമെന്റിന്റെ ഉപരിസഭയിൽ ജീവപര്യന്തം സെനറ്റർമാരാക്കാനാകും. നീക്കം പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിക്ക് വിഷം കൊടുത്തെന്ന ആരോപണത്തിന് പിന്നാലെ. ഇസ്രായേൽ പാർലമെന്റ് പിരിച്ചുവിട്ടു. നടപടി ബജറ്റ് പാസാക്കുന്നതിൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ സർക്കാർ പരാജയപ്പെട്ടതോടെ 1 വർഷത്തിനുള്ളിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തും. പ്രമുഖ രാഷ്ട്രീയ കുറ്റവാളികൾക്ക് മാപ്പ് നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2016 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ റഷ്യൻ ഇടപെടലിനെ തുടർന്ന് അറസ്റ്റിലായവർ ഉൾപ്പെടെയുള്ളവരെ വെറുതെ വിടും. മാപ്പ് നൽകിയിരിക്കുന്നത് 15 രാഷ്ട്രീയ കുറ്റവാളികൾക്ക്. സൊമാലിയൻ തീരത്ത് നാവികസേനയെ വിന്യസിച്ച അമേരിക്ക. നടപടി സൊമാലിയയിൽ നിന്ന് 700ഓളം സൈനികരെ പിൻവലിക്കുന്നതിന്റെ ഭാഗമായി. ജനുവരി 15ഓടെ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കും. $900 ബില്യൺ കോവിഡ് ദുരിതാശ്വാസ പാക്കേജ് തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പാക്കേജ് അപമാനകരമെന്നും നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നതിന്റെ 3 ഇരട്ടി തുക ജനങ്ങൾക്ക് നൽകണമെന്നും ഡൊണാൾഡ് ട്രംപ്. പ്രമുഖ ബലൂചിസ്ഥാൻ ആക്ടിവിസ്റ്റ് കരീമ ബലൂച്ചിനെ കാനഡയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ശരിയായ ദിശയിലെന്ന് ടൊറന്റോ പോലീസ്. ഞായറാഴ്ച മുതൽ കാണാതായ കരീമയുടെ മൃതദേഹം കണ്ടെത്തിയത് തിങ്കളാഴ്ച. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIക്ക് ബലൂച്ചിന്റെ മരണത്തിൽ പങ്കെന്ന് സംശയം. ദുബായിൽ ഫൈസർ ബയോഎൻടെക് കോവിഡ് വാക്സിൻ വിതരണം ഇന്നു മുതൽ. ദുബായ് സുപ്രീം കമ്മിറ്റി ഓഫ് ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റാണ് ഇക്കാര്യം അറിയിച്ചത്. സൗജന്യമായാണ് വാക്സിൻ വിതരണം. ഫൈസർ ബയോഎൻടെക് കോവിഡ് വാക്സിന്റെ ആദ്യ ബാച്ച് ഇന്ന് ഒമാനിലെത്തും. ആദ്യഘട്ടത്തിൽ കോവിഡ് വാക്സിൻ നൽകുക പ്രതിരോധ പ്രവർത്തകർക്കും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്നവർക്കും. 2 ഡോസുകളായാണ് വാക്സിൻ നൽകുക. പാകിസ്ഥാനിലെ കറാച്ചിയിൽ സ്ഫോടനം, 8 മരണം, 16 പേർക്ക് ഗുരുതര പരിക്ക്. അപകടമുണ്ടായത് ഫാക്ടറിയിലെ ബോയിലർ പൊട്ടിത്തെറിച്ചു. അമേരിക്കയിലെ വ്യവസായ സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പുമായി സുരക്ഷാ വിഭാഗം. ചൈനീസ് കമ്പനികളിൽ നിന്ന് സൈബർ ആക്രമണം ഉണ്ടായേക്കാമെന്ന് മുന്നറിയിപ്പ്. ഡേറ്റാ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ നിർദ്ദേശം. സൗദിയിലെ അബു അരീഷിൽ മലയാളി കൊല്ലപ്പെട്ട നിലയിൽ. മലപ്പുറം സ്വദേശി മുഹമ്മദ് പുള്ളിയിലാണ് മരിച്ചത്. ഇദ്ദേഹം ജോലി ചെയ്തിരുന്ന മിനി മാർക്കറ്റിൽ പുലർച്ചെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു.
സൗദി അറേബ്യയിൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർക്ക് അപ്രതീക്ഷിത പാർശ്വഫലങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം. കുത്തിവയ്പ്പെടുത്തവർ പൂർണ്ണ ആരോഗ്യവാന്മാരാണെന്നും അറിയിപ്പ്. ആഭ്യന്തര സംഘർഷം രൂക്ഷമായ യമനിൽ പുതിയ സർക്കാർ രൂപീകരിച്ചത് സമാധാനം പുനഃസ്ഥാപിക്കാൻ സഹായിക്കുമെന്ന് സൗദി. മന്ത്രിസഭ രൂപീകരിച്ചത് റിയാദ് കരാറിന്റെ അടിസ്ഥാനത്തിൽ. ഇനി ജില്ലാ വാർത്തകൾ. പ്രേം നസീർ സുഹൃത്ത് സമിതിയുടെ രണ്ടാമത് രാഷ്ട്രീയ ജനസേവ കർമ്മ പുരസ്കാരം ഡെപ്യൂട്ടി സ്പീക്കർ വി ശശിക്ക് 10,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കൊല്ലം പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനം ജനുവരി 15-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. അഞ്ചലിൽ വ്യാജ ലോട്ടറി ടിക്കറ്റ് നൽകി ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ചതായി പരാതി. 5,000 രൂപയുടെ സമ്മാനാർഹമായ നമ്പറുകൾ ചേർത്ത വ്യാജ ടിക്കറ്റ് നിർമ്മിച്ചാണ് തട്ടിപ്പ്. ആലപ്പുഴയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കായംകുളം കീരിക്കാട് സ്വദേശി ശരൺ രാജാണ് മരിച്ചത്. ആലപ്പുഴ ചേർത്തലയിൽ കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ട്രാക്ടർ റാലിയുമായി AYF പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് TT ജിസ്മോൻ. കോവിഡിനെതിരെയുള്ള വാക്സിൻ ലഭ്യമാകുന്ന മുറയ്ക്ക് പത്തനംതിട്ടയിൽ വിതരണം ചെയ്യുന്നതിന് ആരോഗ്യവകുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ആദ്യഘട്ടത്തിൽ 17,000-ഓളം സർക്കാർ സ്വകാര്യ മേഖലയിലെ ആരോഗ്യ പ്രവർത്തകർക്ക് വാക്സിൻ നൽകും. ഇതിനായി 100ഓളം വാക്സിനേഷൻ സൈറ്റുകൾ സജ്ജീകരിക്കും. കുടുംബശ്രീ ജില്ലാ മിഷൻ നേതൃത്വത്തിൽ ടൗൺ ഹാളിൽ നാളെ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയർ. രാവിലെ 10 മുതൽ രാത്രി 8 വരെയാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പത്തനംതിട്ടയിൽ പ്രതിഷേധ സംഘവുമായി മുസ്ലിം യുവജന കൂട്ടായ്മ. ഉദ്ഘാടനം നിർവഹിച്ച് കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ്. കോട്ടയം തിരുവാതിക്കലിൽ മോഷ്ടിച്ച ഓട്ടോറിക്ഷയുമായി യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് തിരുവാർപ്പ് കൊച്ചുപാലം സ്വദേശി അഭിലാഷ്. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനമാണ് മോഷ്ടിച്ചത്. കോട്ടയം വൈക്കം IHDP കോളനിയിലെ യുവാക്കളെ അകാരണമായി പോലീസ് മർദ്ദിച്ചെന്ന് പരാതി. ചൂരൽ ഉപയോഗിച്ചുള്ള മർദ്ദനമേറ്റത് മനൂപ്, ഗിരീഷ്, ശോഭേഷ് എന്നിവർക്ക്. ഇടുക്കിയിൽ ഗ്രാറ്റുവിറ്റി കൺട്രോൾ അതോറിറ്റി അനുകൂല ഉത്തരവ് പാസാക്കിയിട്ടും തുക നൽകാതിരിക്കുന്ന നടപടിക്കെതിരെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. കോഴിക്കാനം എസ്റ്റേറ്റിലെ തൊഴിലാളിയുടെ ഗ്രാറ്റുവിറ്റി എത്രയും വേഗം ലഭ്യമാക്കണമെന്ന് നിർദ്ദേശം. തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ UDF വോട്ടുകളിൽ ഇടിവ് സംഭവിച്ചതായി ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് അഗസ്റ്റിൻ. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറിയെന്നും ജനാധിപത്യ കേരള കോൺഗ്രസ്. ഇടുക്കി അടിമാലി കൂമ്പൻപാറ മടംപടിയിൽ നിന്ന് 1 കിലോയിലധികം കഞ്ചാവും 9 ലിറ്റർ വ്യാജമദ്യവും പിടികൂടി. പ്രതി കാരക്കാട്ട് വീട്ടിൽ മനു മണി ഓടി രക്ഷപ്പെട്ടു. ഇടുക്കിയിൽ പാചകവാതകത്തിന്റെ വില കൂട്ടിയതിനെതിരെ KGOA ജില്ലാ വനിതാ കമ്മിറ്റിയുടെ പ്രതിഷേധം. തൊടുപുഴ സിവിൽ സ്റ്റേഷൻ പരിസരത്തായിരുന്നു അടുപ്പുകൂട്ടി പ്രതിഷേധം. ശ്രീമൂലനഗരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ K കരുണാകരൻ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി PN ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പോക്സോ കേസിൽ പ്രതിയായ വളാഞ്ചേരി നഗരസഭ മുൻ കൌൺസിലർ ഷംസുദ്ദീൻ നടക്കാവിൽ അറസ്റ്റിൽ. അറസ്റ്റ് 1.5 വർഷമായി വിദേശത്തായിരുന്ന പ്രതി നാട്ടിലെത്തിയതിനു പിന്നാലെ. പാലക്കാട് ജില്ലയിലെ തിരുവിറ്റക്കോടിനടുത്ത് ബേക്കറിയിൽ വൻ തീപിടുത്തം. അപകടം പുലർച്ചെ 5 മണിയോടെ. ഷൊർണൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. എടപ്പാളിൽ വീടിന് മുന്നിൽ സൂക്ഷിച്ച മോട്ടോറുകൾ മോഷണം പോയി. കവർച്ച പൊന്നാനി റോഡിലെ യൂണിയൻ ബാങ്കിന് സമീപത്തെ വീട്ടിൽ നിന്നും. മലപ്പുറത്ത് വാഹനാപകടത്തിൽ പത്രവിതരണക്കാരൻ മരിച്ചു. തങ്ങൾപ്പടി സ്വദേശി ഷംസുദ്ദീനാണ് മരിച്ചത്. അപകടം ഇന്ന് പുലർച്ചെ. മലപ്പുറം തിരൂർ ആലത്തിയൂരിൽ വാഹനാപകടം. കണ്ടെയ്നർ നിയന്ത്രണം വിട്ട് കടകളിലേക്ക് ഇടിച്ചു കയറി. നിരവധി കടകൾ തകർന്നു. പൊന്നാനി ജോയിന്റ് RT ഓഫീസിന് കീഴിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷിച്ചവർക്ക് ടെസ്റ്റ് നടത്തുന്നില്ലെന്ന് പരാതി. കെട്ടിക്കിടക്കുന്നത് കോവിഡ് കാലത്ത് മാറ്റിവെച്ചതും പുതുതായി സമർപ്പിച്ചതുമടക്കം 100 കണക്കിന് അപേക്ഷകൾ. മലപ്പുറം കുറ്റിപ്പുറത്ത് തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ വൃദ്ധൻ മരിച്ചു. കുറ്റിപ്പുറം എടച്ചലം തെക്കേക്കളത്തിൽ ശങ്കരനാണ് മരിച്ചത്. കരിപ്പൂരിൽ വീണ്ടും സ്വർണ്ണവേട്ട. പിടികൂടിയത് വിപണിയിൽ 40 ലക്ഷം രൂപ വില വരുന്ന 828 ഗ്രാം സ്വർണ്ണം. കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി ജലസേചന പദ്ധതി കനാൽ ഫെബ്രുവരി ആദ്യവാരം തുറക്കും. ജില്ലാ കളക്ടർ S ശാംബശിവ റാവുവിന്റെ സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് വകുപ്പ് തല ഉദ്യോഗസ്ഥർ. കാവിലുംപാറ മരുതോങ്കര ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന നടത്തോട് പാലം താൽക്കാലികമായി തുറക്കുമെന്ന് EK വിജയൻ MLA. നടപടി പ്രദേശവാസികളുടെ യാത്രാ ദുരിതം കണക്കിലെടുത്ത്. കോഴിക്കോട് ജില്ലയിൽ സംയുക്ത കർഷക സമിതി അനിശ്ചിതകാല സത്യാഗ്രഹം തുടങ്ങി. പ്രതിഷേധം ദേശീയ കർഷക പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു.
പുനർനിർമ്മിക്കുന്ന കോരപ്പുഴ പാലത്തിന് കേരള ഗാന്ധി കെ കേളപ്പന്റെ പേര് നൽകണമെന്നാവശ്യപ്പെട്ട് ഉപവാസ സമരവും ഒപ്പുശേഖരവും നടത്തി ഗാന്ധി മാർഗം പ്രവർത്തകർ. പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തത് സർവോദയ മണ്ഡലം സംസ്ഥാന രക്ഷാധികാരി. വയനാട് കേണിച്ചിറ ടൗണിനെ സൗന്ദര്യവൽക്കരിക്കാൻ വ്യാപാരികളുടെ പദ്ധതി. ആദ്യഘട്ടമായി വ്യാപാരികളുടെ നേതൃത്വത്തിൽ കച്ചവട സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ചെടിച്ചട്ടികൾ ഒരുക്കി. കാസർകോട്ടെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ബെല്ലിലെ തൊഴിലാളികൾ അനിശ്ചിതകാല സമരത്തിന് ജനുവരി 7 മുതൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം നടത്തും. കാസർഗോഡ് കുമ്പള തീരദേശ പോലീസിലെ 2 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതം. ഇതര സംസ്ഥാന മത്സ്യത്തൊഴിലാളികളാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. കോവിഡ് നിയന്ത്രണങ്ങൾക്കെതിരെ പാരീസിൽ നടന്ന പ്രതിഷേധമെന്ന പേരിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ വ്യാജം. പ്രചരിക്കുന്നത് 2018 ഫുട്ബോൾ ലോകകപ്പിൽ ഫ്രാൻസ് വിജയിച്ചതിനെ തുടർന്നുള്ള ആഘോഷത്തിന്റെ ദൃശ്യങ്ങൾ. രാജ്യത്ത് 3 മാസം റേഷൻ കാർഡ് ഉപയോഗിക്കാത്തവരുടെ കാർഡ് റദ്ദാക്കുന്നുവെന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തയുടെ സത്യാവസ്ഥയിലേക്ക്. 3 മാസം റേഷൻ കാർഡ് ഉപയോഗിക്കാത്തവരുടെ കാർഡ് റദ്ദാക്കുന്നുവെന്നാണ് വ്യാജ പ്രചാരണം. കോവിഡ് കാലത്ത് പുതിയ തീരുമാനവുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് എന്നാണ് വ്യാജ പ്രചാരണം. ഒരു പ്രാദേശിക മാധ്യമം പ്രസിദ്ധീകരിച്ച വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നത്. റേഷൻ കാർഡിലൂടെയുള്ള ആനുകൂല്യങ്ങൾ ഉപയോഗിക്കാത്തവരെ പട്ടികയിൽ നിന്ന് നീക്കുമെന്നും റേഷൻ കാർഡ് റദ്ദാകുമെന്നുമാണ് വാർത്തയിലുള്ളത്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാറിലും കേന്ദ്ര സർക്കാർ തീരുമാനം നടപ്പിലാക്കിയെന്നും മറ്റ് സംസ്ഥാന സർക്കാരുകൾ ഉടൻ തീരുമാനം നടപ്പിലാക്കുമെന്നുമാണ് വാർത്ത. എന്നാൽ ഇത് വ്യാജമാണെന്ന് PIBയുടെ വസ്തുതാ പരിശോധക വിഭാഗം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഇങ്ങനെയൊരു നിർദ്ദേശം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയിട്ടില്ലെന്നും PIB വ്യക്തമാക്കുന്നു. നിലവിൽ ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്ത പൂർണ്ണമായും തെറ്റാണ്. ഇപ്പോൾ കിട്ടിയത് സിനിമാ പ്രവർത്തകർക്ക് കോവിഡ്. രജനീകാന്ത് സിനിമ അണ്ണാത്തയുടെ ഷൂട്ടിംഗ് നിർത്തി. രോഗം സ്ഥിരീകരിച്ച 5 പേർക്ക്. രജനീകാന്ത് ഷൂട്ടിംഗ് നിർത്തി ചെന്നൈയിലേക്ക് മടങ്ങും. ഹോങ്കോങ്ങിൽ അറസ്റ്റിലായ മാധ്യമ ഭീമൻ ജിമ്മി ലായ്ക്ക് ജാമ്യം. കർശന ഉപാധികളോടെയാണ് ജാമ്യം. ചൈന കൊണ്ടുവന്ന പുതിയ ദേശീയ സുരക്ഷാ നിയമപ്രകാരമായിരുന്നു അറസ്റ്റ്. മധ്യ ഫ്രാൻസിൽ നടന്ന ആക്രമണത്തിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർ വെടിയേറ്റു മരിച്ചു. 4 ഉദ്യോഗസ്ഥർക്ക് ഗുരുതര പരിക്ക്. പ്രതി ആത്മഹത്യ ചെയ്ത നിലയിൽ. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം SDPIയുമായും BJPയുമായും സഖ്യമുണ്ടാക്കിയെന്ന PK കുഞ്ഞാലിക്കുട്ടി MP. SDPIക്ക് കൂടുതൽ സീറ്റ് ലഭിച്ചത് LDF പിന്തുണയിലാണെന്ന് വിമർശനം. ലിസ്റ്റ് പുറത്തുവിടാൻ തയ്യാറാണെന്നും PK കുഞ്ഞാലിക്കുട്ടി. ഡോക്ടർ MK മുനീർ MLAക്ക് കോവിഡ്. അടുത്ത് ഇടപഴകിയവർ ജാഗ്രത പാലിക്കണമെന്നും രോഗലക്ഷണങ്ങൾ ഉള്ളവർ ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെടണമെന്നും MK മുനീർ.